യെസ്, എന്താണ് പറയാനുള്ളത്? അല്ല, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വയനാട് തെരഞ്ഞെടുപ്പിൽ 12ഓളം ദിവസങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ ഇടയ്ക്ക് കുടുംബയോഗം 2 മാത്രം, ചേലക്കര മാത്രം പങ്കെടുത്തു. ഇപ്പം ഇലക്ഷൻ 13-ന് തീരും എന്ന് വെച്ചുകൊണ്ട് അതിനനുസരിച്ചാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. പക്ഷെ പാലക്കാട് നീട്ടിയപ്പോൾ പാലക്കാട് പിന്നീട് വരാം എന്നുള്ളതിലും, അതുപോലെ തന്നെ ചേലക്കരയിൽ 2 ദിവസം KPC പ്രസിഡന്റിന്റെ പ്രത്യേക നിർദ്ദേശാനുസരണം ഞാൻ അവിടെ ചെന്ന് ക്യാമ്പയിൻ ചെയ്തു. അതിനുശേഷം എന്റെ മണ്ഡലത്തിലെ പരിപാടികൾ, ഞാൻ എന്റെ വീടിന്റെ 50 വീടുകൾ പണിയുന്നതിൽ 10 വീടുകളുടെ കട്ടളവെപ്പുള്ള ദിവസമായിരുന്നു അന്ന്. അപ്പൊ അതിന് 13 വരെ മണ്ഡലത്തിൽ നിൽക്കി. 14 നിങ്ങൾക്കറിയാം, ഇന്നലെ എനിക്ക് ഷെഡ്യൂൾഡ് പരിപാടികളുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് ഞാനിവിടെ പരിപാടി കുടുംബസംഗമം, ഇന്നലെ PC വിശ്വനാഥ്, ശ്രീ ഷാഫി പറമ്പിൽ, ശ്രീ ഡീൻ കുര്യാക്കോസ്, അതുപോലെ ശ്രീ NS നസൂർ, അതുപോലുള്ള സുനിൽ ലാലൂര് നമ്മുടെ സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അവരെല്ലാം പങ്കെടുത്ത പ്രിയപ്പെട്ട KPC ജനറൽ സെക്രട്ടറി തുളസി ചേച്ചി അടക്കമുള്ളവർ പങ്കെടുത്ത കുടുംബയോഗം, അത് ഞാനാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. അപ്പം ആ പരിപാടി കഴിഞ്ഞ് ഇന്ന് വീടുകൾ കയറാനായിട്ട് ഇറങ്ങുന്നു. നിങ്ങൾക്കറിയാം, ബോംബെയിലും ഇലക്ഷൻ നടക്കുക. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഷെഡ്യൂൾ ചെയ്ത പരിപാടികൾ അവിടെയും ഏറ്റിട്ടുണ്ട്. അപ്പൊ അന്ന് നീട്ടിവെക്കുന്ന സാഹചര്യമില്ല. അപ്പം ഞാൻ നാളെ ബോംബെയിലെ ഷെഡ്യൂൾ ചെയ്ത പരിപാടികൾക്ക് പോകുന്നതായിരിക്കും. 2004 മുതൽ ഞാൻ ബോംബെയിലെ ഇലക്ഷനിൽ സജീവമായ പങ്കാളിത്തം വഹിക്കുന്ന ആളാണ്. എന്റെ പിതാവ് മുഖ്യമന്ത്രിയായ വർഷമാണ് 2004. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം അവിടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിരുന്നു. അവിടെയും 2 ദിവസം തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതായിരിക്കും. അല്ല, ഇവിടെ മത്സരമില്ല. ഇവിടെ UDF ജയിച്ചു കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം. ഇവിടെ മത്സരമില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് നോക്കുന്നില്ല, മത്സരത്തെക്കുറിച്ച് ഞങ്ങൾ നോക്കുന്നില്ല. UDF ജയിച്ചു കഴിഞ്ഞു. KPC പ്രസിഡന്റ് പറഞ്ഞ പോലെ UDF LDF തമ്മിലാണ് മത്സരമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ജനം UDFനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് LDF സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണും. യാതൊരു സംശയവും വേണ്ട. LDFനെതിരെ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് വയനാട് കാണിക്കും, ചേലക്കര കാണിക്കും, പാലക്കാടും കാണിക്കും. ഞങ്ങള് ഒന്നിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പുറയിൽ ആരായാലും കുഴപ്പമില്ല, ആരും വന്നാലും കുഴപ്പമില്ല. അവര് തമ്മിൽ മത്സരിച്ചോട്ടെ. ഇവിടെ എന്റെ ഒരു നോട്ടത്തിൽ BJP പിക്ചറിലേ ഇല്ല. അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നൊരു കാര്യമാണ്. കാരണം അവര് തമ്മിൽ തന്നെ മത്സരമായിട്ടിരിക്കുക. അവര് തമ്മിൽ തീർക്കട്ടെ ആദ്യം. അതൊരു നോക്കാം. അല്ല, ഞാൻ സരിനെ പറ്റി ഒന്നും പറയുന്നില്ല കൂടുതൽ. സരിൻ തന്നെ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇല്ലേ, എന്റെ പിതാവിന്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അത് എല്ലാ പാർട്ടിക്കാർക്കും വന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടി മത്സരിച്ച ഒരാളാ. പക്ഷെ ഇവിടെ വന്നിട്ട് വേറൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കോൺഗ്രസ് പാർട്ടിയാണ് എന്റെ പിതാവിന്റെ പാത. ആ പാത വിട്ട് ആർക്ക് വേണേ പോകാം. പക്ഷെ അദ്ദേഹത്തിന് അനുഗ്രഹം ഉണ്ടെന്നും ആശീർവാദം ഉണ്ടെന്നും പിന്നെ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. ഒരു സംശയമില്ല, അനുഗ്രഹം ഉണ്ടാവില്ല. അല്ല, അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പറ്റി അവരങ്ങനെയല്ലേ പറയുള്ളൂ. പക്ഷെ അവരുടെ പാർട്ടിക്ക് തന്നെ സംശയം. അതുകൊണ്ടാ ചിഹ്നം പോലും കൊടുക്കാത്തൊരു സ്ഥാനാർത്ഥിയെ അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പുള്ളി ഇന്നലെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊന്ന് ഡിഫെൻഡ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു. അവസരവാദി എന്ന് പറഞ്ഞില്ലേ. അദ്ദേഹത്തിന്റെ കട്ടൻ ചായയും പരിപ്പ് വടയും ഓട്ടോബയോഗ്രഫി അത് പുറത്തു വന്നപ്പം DC ബുക്സിന് കൊടുത്തിരിക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുക അവസരവാദിയാണ്. അപ്പൊ പിന്നെ അതിനെ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കണ്ടേ? പറഞ്ഞിരിക്കുന്നത് മഹാഭാഗ്യം എന്നാ. അച്യുതാനന്ദ ഭാഷ പറഞ്ഞ മഹാഭാഗ്യം. ആ ഹായ്ക്ക് ഇച്ചിരി നീട്ടം കൂടുതലുണ്ട്. അങ്ങയുടെ ഉപതെരഞ്ഞെടുപ്പിൽ പോലും അന്ന് ആ സമയത്ത് മീഡിയ സെല്ലിന്റെ ചുമതലയുള്ള ഒരാളാണ്. അപ്പോ ആ പാർട്ടിയോട് പോകേണ്ടി വന്നു. അപ്പൊ ഈ മതിയായ തരത്തില് എതിർ ശബ്ദങ്ങളെ കേൾക്കുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അങ്ങയുടെ പിതാവിന്റെ കാലത്തൊക്കെ എതിരഭിപ്രായങ്ങൾ പറയുന്നവരെ കേൾക്കുന്ന ഒരു സമീപനം നേതൃത്വത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല എന്നാണ് പൊതുവെ വരുന്ന പരാതി. അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അത് ചർച്ചയല്ല.
ഇതിവിടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അതൊക്കെയാണോ ചർച്ച? ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഈ നാടിന്റെ വിഷയമാണ്, ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങളാണ്, ഇവിടുത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ആളുകളുടെ പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ചയാവുന്നത്. അത് മാത്രമേ ചർച്ചയുള്ളൂ. പാർട്ടിക്കകത്ത് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്ന സമയമല്ലാതെ അതൊക്കെ പിന്നീട് ഇലക്ഷന് ശേഷം ഒക്കെ ആലോചിക്കാവുന്ന കാര്യമാണ്. അത് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഒട്ടും ജനാധിപത്യമില്ലാത്ത ഒരു പാർട്ടിയിലേക്ക് പോയിരിക്കുക.